ഒരു വാർത്ത എത്തുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ വനിതാ ഹോസ്റ്റൽ ശുചിമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് മറ്റു വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തിയതായി കണ്ടെത്തൽ. സംഭവത്തിൽ കോളേജിലെ വിദ്യാർത്ഥി അറസ്റ്റിലായി. ഹോസ്റ്റലിൽ വൻ പ്രതിഷേധം. മേഖലയാണ് വിവരങ്ങൾ നൽകുന്നത്. മേഖല, വളരെ ഗുരുതരമായ ഒരു സംഭവം. എങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്? ഫിജി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ SR ഗുണ്ടലനെല്ലൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത്രയേറെ ഞെട്ടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അപലപനീയം എന്ന് പറയാതെ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള ഇത്രയധികം സാക്ഷരതയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജിൽ നിന്നാണ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഈ ഒളിക്യാമറ കണ്ടെത്തുന്നത്. അത് എപ്പോഴാണ് ഈ ഒളിക്യാമറ വെച്ചത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമില്ല. പക്ഷേ 300-ലധികം ഫോട്ടോകളും വീഡിയോകളുമായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതിൽ ഒളിക്യാമറ കണ്ടെത്തിയ വിദ്യാർത്ഥികളും പറയുന്നത് ഇത് അതായത് കാണാത്ത രീതിയിലേക്ക് ഒരു ക്യാമറ വെക്കുകയും അതിൽ എപ്പോഴാണ് ഈ ക്യാമറ വെച്ചത് അല്ലെങ്കിൽ ഇത് എത്ര കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമില്ല എന്നുള്ളതാണ്. ഈ ആന്ധ്രാപ്രദേശിലെ ഈ എഞ്ചിനീയറിംഗ് കോളേജിന് തൊട്ടടുത്തായി തന്നെ ബോയ്സ് ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ബോയ്സ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളാണ് ഒളിക്യാമറ വെച്ചത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അങ്ങനെ ഒരു വിദ്യാർത്ഥി ഒളിക്യാമറ വെക്കുകയും ആ വിദ്യാർത്ഥിയിലൂടെ മറ്റു വിദ്യാർത്ഥികളിലേക്കും ഈ പണം കൊടുത്ത് ഈ വീഡിയോ ദൃശ്യങ്ങൾ വിൽക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, വിജയ് കുമാർ എന്ന ഒരു വിദ്യാർത്ഥി, BTech 2ാം വർഷ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും അപലപനീയം അല്ലെങ്കിൽ അത്രയേറെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം. അല്ലെങ്കിൽ ഈ ഒളിക്യാമറ അടക്കം വെച്ച് ഒരു ഇത്രയേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അല്ലെങ്കിൽ സാക്ഷരതയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടികളുടെ, ഈ വനിതാ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളടക്കം ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എങ്ങനെ സുരക്ഷിതരായ വിദ്യാർത്ഥികൾ കോളേജിലോ അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിലോ കോളേജ് അധീനതയിലുള്ള കോളേജുകളിലോ എങ്ങനെ പഠിക്കും അല്ലെങ്കിൽ താമസിക്കും എന്ന ചോദ്യം അവർ ഉയർത്തുന്നു. ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും ക്യാമ്പസിൽ തുടരുകയാണ്. അതിൽ എല്ലാ പ്രതികളെയും, അതായത് ഇതിൽ അംഗമായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ആൺകുട്ടികൾക്ക് വനിതാ ഹോസ്റ്റലിലേക്ക് പ്രവേശനമില്ല. പക്ഷേ എങ്ങനെ ഈ വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിലെത്തി ഒളിക്യാമറ വെച്ചു എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിജയ് കുമാർ എന്നൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതുവഴി കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ആർക്കൊക്കെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ കൈമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇവരിലേക്ക് എത്തിയത്, ഈ ക്യാമറ എങ്ങനെ വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ എത്തി, അതിലേതെങ്കിലും ഹോസ്റ്റലിലെ തന്നെ പെൺകുട്ടികളുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിൽ വിദ്യാർത്ഥി പ്രതിഷേധം അത് വലിയ രീതിയിൽ തന്നെ തുടരുകയാണ്. ശരി മേഘന, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ആന്ധ്രാപ്രദേശിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ സംഭവിച്ചത്. വനിതാ ഹോസ്റ്റലിൽ സംഭവിച്ചത്. ശുചിമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് മറ്റു വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തിയതായാണ് കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അന്വേഷണം നടക്കുകയാണ്. സംഭവത്തിൽ കോളേജിലെ വിദ്യാർത്ഥി അറസ്റ്റിലായിട്ടുണ്ട്. ഹോസ്റ്റലിൽ വൻ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്.